ശരീരത്തിൻ്റെ ഒരു വശം തളർന്ന അവസ്ഥയിലായിരുന്നു. ആ വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പോസിബിലിറ്റിയാണ് എനിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് എന്നെ ആ ഹോസ്പിറ്റലിൻ്റെ മറുവശത്തേക്ക് മാറ്റി കിടത്തുമ്പോൾ എനിക്ക് ജീവനുണ്ട് അവിടെ. ആ അപകടത്തിൽ ഒരാൾ തീർന്നു കേട്ടല്ലോ. ഇല്ല ചേട്ടാ, അതങ്ങനെയും തീർന്നിട്ടില്ല. ആളിവിടെ തന്നെ ഉണ്ട്. നമസ്കാരം, എൻ്റെ പേര് സജി. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് സ്വദേശം. ഇപ്പോൾ കേട്ട ആ സംഭാഷണ ശകലം എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിച്ച ഒരു സംഭാഷണത്തിലുണ്ടായതായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 2017 ജൂൺ മാസത്തിൽ എനിക്ക് തീർത്തും അവിചാരിതമായി ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയുണ്ടായി. മരണപ്പെട്ടു എന്ന് പോലും മറ്റുള്ളവർ പറഞ്ഞിരുന്ന തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചു. ഞാൻ വളരെ പേരുകേട്ട ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങ് GCC സൗദിയിൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ പിന്നീടുള്ള പ്രൊസീജിയറുകൾ മുൻപിലേക്ക് പോകാൻ വേണ്ടി അതിൻ്റെ പേപ്പർ വർക്ക്സ് നടത്തേണ്ട ആവശ്യത്തിന് വേണ്ടി ഞാൻ ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്ന യാത്രാ വഴി മധ്യേ എനിക്ക് മൈസൂർ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ് ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർ പറയണ കേട്ടതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ 23 കിലോമീറ്റേഴ്സ് മാത്രം യാത്ര ചെയ്യാനുള്ള ബാംഗ്ലൂരിലേക്ക് അപ്രോച്ച് ചെയ്യാൻ 23 കിലോമീറ്ററിൽ ഉള്ള സമയത്ത് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തവർക്ക് അറിയുമായിരിക്കും ഈ ഒരു ചുരുങ്ങിയ കിലോമീറ്ററുകൾക്കുള്ളിൽ എത്ര വലിയ വലിയ ഹോസ്പിറ്റലുകളും മറ്റും അവിടെ ഉണ്ട് എന്നും ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളതും യാത്ര ചെയ്തവർക്ക് അറിയുന്ന കാര്യമായിരിക്കും. അങ്ങനെ ഈ ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്ത് നിന്നും 42 or 45 കിലോമീറ്റേഴ്സ് ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിന് ശേഷം എനിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചതായിട്ട് സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് എന്നെ ആ ഹോസ്പിറ്റലിൻ്റെ മറുവശത്തേക്ക് മാറ്റി കിടത്തുമ്പോൾ എനിക്ക് ജീവനുണ്ട് അവിടെ. പിന്നീട് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത് 3 പേരായിരുന്നു. അതിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മരുമകനാണ് എന്ന തിരിച്ചറിവിൽ നമുക്ക് വേണ്ട പരിചരണം തരികയാണ് ഉണ്ടായത്. അങ്ങനെ പരിചരണം നമുക്ക് കിട്ടിത്തുടങ്ങിയതിന് ശേഷം വീണ്ടും ജീവിതത്തിലേക്കുള്ളൊരു തിരിച്ചുവിളി കാരണം അങ്ങനെയൊക്കെ പറയാം. വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴേക്കും എൻ്റെ മാതാപിതാക്കളും മറ്റും വിവരങ്ങളെല്ലാം അറിയുന്നു. അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു, ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നു വിഷയത്തെക്കുറിച്ച്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ വിഷയം തന്നെയാണ്, മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് ആ വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പോസിബിലിറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എനിക്ക് ജീവനുണ്ട് എന്നുള്ള സ്ഥിതിയിൽ വന്നപ്പോൾ പിന്നീട് അതിലേക്കുള്ള പ്രൊസീജിയേഴ്സ് മുന്നിലേക്ക് പോയി സ്കാനിങ് റിപ്പോർട്ടുകളായിരുന്നിരിക്കണം. അങ്ങനെ സ്കാനിങ് റിപ്പോർട്ട്സ് ചെയ്തതിന് ശേഷവും എൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ഈ ആശുപത്രി അധികൃതർ സംസാരിക്കുകയാണ്, ഇത് നമുക്കൊരു 85% പോലും ഉറപ്പ് നൽകാൻ സാധിക്കില്ല. അവിടെയും ദൈവത്തിൻ്റെ അദൃശ്യ കൈകളുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 85% പോലും ഉറപ്പില്ലാത്ത ഈ സർജറിക്ക് വേണ്ടി 10 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ നമുക്ക് നാളെ രാവിലെ സർജറി ചെയ്യാമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. തീർത്തും ഒരു സാധാരണ കുടുംബത്തിൽ
ജനിച്ച എനിക്ക് 10 ലക്ഷം രൂപ ഒരു ദിവസം ഒരു അർദ്ധരാത്രി പുലരുമ്പോഴേക്കും ഉണ്ടാക്കുക, എനിക്കും ഉണ്ടാക്കുക അല്ല എൻ്റെ മാതാപിതാക്കൾക്കും ഉണ്ടാക്കുക എന്ന് പറയുന്നതും തീർത്തും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. എങ്കിലും ഇത് ഈ റിപ്പോർട്ട് നമുക്ക് പരിചയസമ്പന്നമായ ഒരു ഡോക്ടറുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം തീരുമാനം എടുക്കുകയാണ്. ഈ സർജറി മുന്നോട്ട് ചെയ്തോളാം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്, തീരുമാനങ്ങൾ എടുക്കുകയാണ്. അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ ചെയ്യുകയാണ്. എൻ്റെ തലയുടെ മസ്തിഷ്കാഘാതം ഏറ്റത് ഭാഗത്ത് സർജറി ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ സർജറി ചെയ്യുന്നവർ സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോമയിലായിരുന്നു. കൂടുതൽ ഡ്യൂറേഷൻ ഓഫ് ടൈം തീർത്തും കോമയിൽ തന്നെ ആയിരുന്നു തുടർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോമ സ്റ്റേജിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു കുറച്ച് കൂടുതൽ ദീർഘനാൾ എന്ന് പറയാം, 10 മാസങ്ങൾ കൂടുതൽ ഞാൻ കോമ സ്റ്റേജിൽ തുടരുകയും പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പറയുന്നതും തീർത്തും നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയല്ല ഉണ്ടായത്. ശരീരത്തിൻ്റെ ഒരു വശം തളർന്ന അവസ്ഥയിലായിരുന്നു. ശരീരത്തിൻ്റെ ഈ ഒരു വശം തളർന്ന അവസ്ഥയിൽ വീണ്ടും ചികിത്സാ രീതികൾ എന്നാണ് ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അവിടെയും സാധ്യത മാത്രമാണ് പറഞ്ഞത്, ഒരു 80% സാധ്യത മാത്രമാണ് കംപ്ലീറ്റ് റിക്കവറി എന്നുള്ളത്. ഇതിൻ്റെ തുടർ നടപടി എന്നവണ്ണം മുൻപോട്ടുള്ള ചികിത്സാ രീതികൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായുള്ള ശരീരത്തിന് തളർച്ചയിലുള്ള മാറ്റം അപ്പോഴും നമുക്ക് കൈവരിക്കാനാവുന്നത് വെറും 80% മാത്രമാണ്. ഫിസിയോതെറാപ്പി ദിവസവും പോയി ചെയ്യാനും മറ്റും ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ അനുവദിക്കാതിരിക്കുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അനുവദിക്കാതിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഞാൻ തന്നെ അവിടെ പണിയെടുക്കണം. പണിയെടുത്താൽ മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്താണ് ഫിസിയോതെറാപ്പി എന്നതിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു അവലോകനം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ആ ഫിസിയോതെറാപ്പിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസസ് എനിക്കാവശ്യമുള്ള കാര്യങ്ങളിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനെ കൂടുതൽ എനിക്ക് സുഖകരമാക്കി തീർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഞാൻ അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് എൻ്റെ ജിംനേഷ്യത്തെയായിരുന്നു. എൻ്റെ ജിംനേഷ്യത്തെ ഞാൻ വളരെ ന്യായമായ രീതിയിൽ ഉപയോഗിച്ചു. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമാണ്. ഞാൻ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താണ് ഞാൻ വീണ്ടും പഴയ ഞാനായി തീരാൻ എനിക്കെൻ്റെ ശരീരം കൊണ്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ എയിം എന്ന് പറയുന്നത് തീർത്തും ബെറ്ററിങ് മൈസെൽഫ് എന്നുള്ള ഒരു എയിം മാത്രമായി ഞാൻ വെച്ചു. അങ്ങനെ ഒരു തെറാപ്പി സെൻ്ററിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ പോയി എടുക്കേണ്ട ചികിത്സ എനിക്ക് ഞാൻ തന്നെ നൽകി തുടങ്ങി. അങ്ങനെ ബെറ്ററിങ് മൈസെൽഫ് എന്നുള്ള എയിം ഞാൻ 100% അതിൻ്റെ ക്രെഡിബിലിറ്റിയോടുകൂടി മുന്നോട്ട് കൊണ്ടേയിരുന്നു. അങ്ങനെ കാലം കഴിഞ്ഞ് പോയപ്പോൾ ഇപ്പോൾ ഏകദേശം ആക്സിഡൻറ്റ് കഴിഞ്ഞ് 7 വർഷം ആവാറായി. 7 വർഷം ആവാനായ ഈ അവസ്ഥയിലും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എന്നെ ഞാനുണ്ടാക്കിയ ഞാനാണ്. കാരണം എന്നെ ഉണ്ടാക്കിയ എന്നെ പഴയ ഞാനാക്കണമെങ്കിൽ അതിന് ഞാൻ തന്നെ പണിയെടുത്താൽ മാത്രമാണ് എനിക്ക് നേട്ടം ഉണ്ടാവുള്ളൂ എന്ന തിരിച്ചറിവ് മാത്രമാണ് ഇവിടെ എന്നെ എൻ്റെ വിജയത്തിലേക്ക് അടുപ്പിക്കുന്നത്. എനിക്ക് സംഭവിച്ച മസ്തിഷ്കാഘാതത്തിൽ എൻ്റെ തലച്ചോറിലെ ഓർമ്മകളെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു വലിയൊരു ഭാഗമുണ്ട് തലച്ചോറിലെ. ഹിപ്പോക്യാമ്പസ് എന്നറിയപ്പെടും. ഹിപ്പോക്യാമ്പസ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് എൻ്റെ
ബ്രെയിൻ ഹെമറേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. തീർത്തും സർജറി എല്ലാം കഴിഞ്ഞ് ഇതായി തിരിച്ചു വന്നാലും എനിക്ക് മെമ്മറി ലോസ്, അതുപോലെ ഞാൻ ഡിപ്രഷൻ ഇങ്ങനെ മുതലായ കുറച്ച് എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് ഈ തളർന്നു കിടക്കുന്ന ഈ സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം മാത്രമായിരുന്നു. ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഈ സമയം ഞാൻ ന്യായമായ രീതിയിൽ വേണം ഉപയോഗിക്കാൻ. അതിന് ന്യായമായ രീതിയിൽ ഉപയോഗിക്കാൻ ഞാൻ അതിനെ പഠനവിധേയനായി എന്ന് പറയാം. സൈക്കോളജി പഠിക്കാൻ ഞാൻ ആ സമയത്തെ ഉപയോഗിച്ചു. സൈക്കോളജി പഠിക്കുന്ന വഴിമധ്യേ ഹിപ്നോസിസ് എന്ന് പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾ ഇൻ സൈക്കോളജി, അത് എന്നെ വളരെ ആകർഷണമാക്കി. പിന്നീട് ഞാൻ ഈ ഹിപ്നോസിസിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തി എൻ്റെ ജീവിതത്തിലും എനിക്കത് ഈ ഹിപ്നോസിസ് കൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് ജീവനുകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും എനിക്ക് സാധിച്ചു. എനിക്ക് ഈ ആക്സിഡൻറ്റ് സംഭവിച്ച ഈ കാലഘട്ടത്തിൽ 7 വർഷമായി ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്രീസിയേഷൻസ് കൂടുതലും തന്നെ എൻ്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ എൻ്റെ വിൽ പവർ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ മനുഷ്യന്മാരെ പോലെ തന്നെ തീർത്തും സാധാരണക്കാരനായ മനുഷ്യൻ മാത്രമാണ് ഞാൻ. എനിക്കില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി എനിക്കില്ല. പിന്നെ എന്താണ് ആളുകൾ അങ്ങനെ പറയുന്നത് എന്നുള്ള ഒരു തോട്ട് പോവുകയുണ്ടായി. അങ്ങനെ ആ തോട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി നമ്മളെ തന്നെ വിശ്വസിക്കാൻ എനിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചു. അതുകൊണ്ട് വിജയത്തിൻ്റെ പടിവാതിൽ എത്തി നിൽക്കുകയാണ് ഞാൻ. ഇന്ന് ഞാൻ എന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. വിജയിയായി തന്നെ എല്ലാവരും കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾ എത്രത്തോളം നീതി പുലർത്തുന്നു, എത്രത്തോളം ന്യായമായ രീതിയിലാണ് നിങ്ങൾ ആ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നത് എങ്കിൽ തീർത്തും ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. ആ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഒരു നഷ്ടവും സംഭവിക്കാത്ത കാര്യമാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലുള്ള നിങ്ങളോടുള്ള വിശ്വാസം മാത്രമാണത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിച്ച ഒരു വലിയൊരു ഇൻസിഡൻറ്റ്, അതായത് ഞാൻ എന്ന വ്യക്തിയുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്തത് ഈ വലിയൊരു അപകടമായിരുന്നിരിക്കണം. ആ അപകടം കഴിഞ്ഞ അപകടത്തിൽ ഞാൻ അഭിമുഖീകരിച്ച കാര്യങ്ങളെയും എൻ്റെ നേട്ടങ്ങളെയും പറ്റി പറയാൻ ജോഷ് ടോക്ക് പോലത്തെ ഒരു വേദി എനിക്ക് വലിയൊരു അവസരമായിരുന്നു തന്നിട്ടുള്ളത്. ഇതിൽ തീർത്തും ജോഷ് ടോക്കിൻ്റെ സഹപ്രവർത്തകരോടും എല്ലാവരോടും തീർത്തും നന്ദി അറിയിക്കുന്നു. ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ജോഷ് ടോക്സ്. പറഞ്ഞു വരുന്നത് ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും. കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. So download the app now. Link is in the comment box.